ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ അമ്മയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കരുത്, അവർക്ക് വേണ്ടി ഉരുകരുത്. എന്തുകൊണ്ടെന്നാൽ അമ്മമാർ എല്ലാവരും കേട്ടോളി, ഞാൻ ഈ പറയുന്നത് കേൾക്കുക. നിങ്ങൾ ഉരുകുകയാണെങ്കിൽ അഥവാ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. മക്കളെ നിങ്ങൾ വളർത്തണം, അവരുടെ വളർച്ച നിങ്ങൾ സന്തോഷം കണ്ടെത്തണം, എല്ലാം ശരിയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ എങ്ങനെയാണ് വേല ചെയ്ത്, എങ്ങനെയാണ് അവരെ നിങ്ങൾ സുഹൃതം ചെയ്ത്, അവരെ എങ്ങനെയാണ് നിങ്ങൾ ചേർത്ത് നിർത്തുന്നത്, അവരെ എങ്ങനെയാണ് നിങ്ങൾ പരിപാലിക്കുന്നത്, അവരെ എങ്ങനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് എന്ന് നിങ്ങളുടെ മക്കൾ കണ്ടു വളരണം. അതാണ് വേണ്ടത്. അവിടെയാണ് നമ്മുടെ വിജയം കണ്ടെത്തേണ്ടത്. നമ്മൾ ഓരോ മക്കളെ വളർത്തുന്ന പല പല കാര്യങ്ങൾക്കാണ്. കാരണം എന്ന് വെച്ചാൽ അവർ നമ്മുടെ എല്ലാമാണ് നമ്മുടെ മക്കൾ എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള മക്കൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എടുത്ത് നോക്കിയാൽ അറിയാം എങ്ങനെ അവർ ചേർത്ത് വിട്ടുന്നു എന്ന് വരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ നമ്മുടെ അച്ഛനമ്മമാരെ എങ്ങനെയാണ് ഊട്ടുന്നത്, അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമ്മളുടെ മക്കൾ ചെറുതിലേ കണ്ടു വളർന്നിരുന്നെങ്കിൽ അവർ ഇന്നൊരു ദുശീലത്തിനും പോവില്ലായിരുന്നു. നിങ്ങൾ കാത്തു പരിപാലിക്കുന്ന മക്കൾ ഇതൊക്കെ കണ്ടു വളരണം. മക്കൾക്ക് വേണ്ടി ജീവിക്കുക, ഉരുകുകയാണെങ്കിൽ നിശ്ചയമാണ്, ഓർത്തോളൂ, നിങ്ങളുടെ ജീവിതം പ്രായമാകുമ്പോൾ ദുരിതപൂർണമായിരിക്കും. അത് 100-99% സത്യമാണ്. മക്കൾക്ക് കൊടുക്കുന്ന മാതൃക, നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതും ചേർത്ത് നിർത്തുന്നതും കണ്ട് നമ്മുടെ മക്കൾ വളരുകയാണെങ്കിൽ നിങ്ങളെ നോക്കാൻ നിങ്ങളുടെ മക്കളുണ്ടാവും. അത് 100% ഉറപ്പാണ്. എന്നാലേ അവർക്കറിയൂ, ഇന്നത്തെ തലമുറ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. അതാണ് ഇന്നത്തെ ലോകം. കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവർ നമ്മളോട് എതിർത്ത് സംസാരിക്കാനുള്ള വേദി നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ്. ആ വേദി ഇല്ലായ്മ ചെയ്യേണ്ടത് നമ്മൾ ആയ അച്ഛനമ്മമാർ തന്നെയാണ്. അതിനുള്ളൊരു മറ നമ്മൾ മാറ്റിക്കൊടുക്കുക. മക്കൾക്ക് ശരിക്കും കണ്ണ് തുറന്ന് എന്താണ് ചെയ്യാനുള്ള പ്രവൃത്തി, എന്താണ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ എന്ത് പറയുന്നു അതായിരിക്കും അവരും പഠിക്കുക. അമ്മ എന്നെ എന്ന വാക്കിന് ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കണം. അതാണ് അമ്മ. ഇന്ന് നാം നോക്കിയാൽ നമുക്കൊരിക്കലും വഴിപിഴച്ചു പോവില്ല, നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ മക്കൾ എവിടെ തളർന്നിട്ടുണ്ടെങ്കിലും അവർ ഉയർച്ചയിലേക്ക് വരും. നമ്മളൊരു വാക്കുകൊണ്ട് പോലും നമ്മുടെ അച്ഛനമ്മമാരെ വേദനിപ്പിക്കുമ്പോൾ അത് അവർ കേൾക്കുകയാണ്, അത് അവരുടെ മനസ്സിൽ പതിഞ്ഞു. അപ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മളോട് പറയുമ്പോൾ അവരന്ന് തിരിച്ചു ചോദിക്കും, നിങ്ങളുടെ മാതാപിതാക്കളെ എന്താ പറഞ്ഞിരുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിക്കാനുള്ള ഇട വരുത്തി കൊടുക്കുന്നത് നമ്മളാണ്. നമ്മുടെ മക്കൾ ഒരിക്കലും തളരില്ല. അതിനുള്ള ഒരു ഉദാഹരണമാണ്, ഉത്തമ ഉദാഹരണമാണ് ഞാൻ എന്ന ഈ വ്യക്തി. ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ അതുപോലെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് ദുരിതത്തിൽ പോയിട്ടും അവിടെ നിന്നെല്ലാം കരകയറാനുള്ള ഒരു കാരണമാണ് എൻ്റെ അമ്മയും അച്ഛനും. കാരണം ഞാൻ അവരെ അത്രമാത്രം നോക്കിയിട്ടുണ്ട്, പരിപാലിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. അതെനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യുമെന്നും അറിയാതെ ഒരുപാട് സങ്കടപ്പെട്ട ദിവസങ്ങളിൽ എനിക്ക് ദൈവത്തിൻ്റെ രൂപത്തിൽ ഒരുപാട് പേര് എൻ്റെ ചുറ്റിൽ നിന്നുകൊണ്ട് എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ അച്ഛനമ്മമാരുടെ പുണ്യമാണ്. ഞാൻ അവരെ നോക്കിയതിൻ്റെ പുണ്യമാണ്. എന്തായാലും അവരെ പറയുമ്പോൾ എനിക്കൊരുപാട് സങ്കടമുണ്ട്. കാരണം ഇന്ന് എൻ്റെ ഈ ഒരു ചെറിയൊരു ഉയർച്ചയിൽ പോലും അവർ കൂടെ ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ ഒരിക്കലും അച്ഛനമ്മമാരെ വേദനിപ്പിക്കരുത്. അവരെ നന്നായി സ്നേഹിക്കുക, നന്നായി പരിപാലിക്കുക. സ്വന്തം മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്നവർ ഒരിക്കലും ദുർമാർഗത്തിലൂടെ പോവില്ല, ഒരു തെറ്റും ചെയ്യില്ല. എന്നും അവരെ മുൻപോട്ട് നയിക്കും, തളർച്ചയിൽ കരകയറ്റും. അമ്മ എന്ന നാമം മറക്കരുത് എന്ന് നിങ്ങളുടെ സ്വന്തം ലച്ചുട്ടി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.